വിദേശത്തേക്ക് ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി മകളെ പറഞ്ഞയച്ചു. തിരിച്ചു വന്നവൾ ഇവിടെ നിന്ന് തന്നെ ഒരു കല്യാണം കഴിച്ചു. പക്ഷേ മരുമകനും മോളും കൂടെ ചേർന്നപ്പോൾ അമ്മായിമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? അത് അറിയാൻ വേണ്ടി നമുക്ക് നിർമ്മലയുടെ മേലിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് നിർമ്മല, യഥാർത്ഥ പേരല്ല കേട്ടോ. എനിക്ക് 2 മക്കളാണ്. മൂത്തത് പെൺകുട്ടി, ഇളയത് ആണ്. അവൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മൂത്ത മകളെ എൻ്റെ ഭർത്താവ് ഒത്തിരി ലാളിച്ചു. അദ്ദേഹം ഗൾഫിലാണ്. അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളുകയായിരുന്നു. അവസാനം അവൾക്ക് വിദേശ രാജ്യത്ത് സെറ്റിലാവണമെന്ന് പറഞ്ഞു. പക്ഷേ അതുമാത്രം എൻ്റെ ഭർത്താവ് സമ്മതിച്ചില്ല. കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും ജീവിച്ചാൽ മതി, വിദേശത്ത് പോയി ഒരിക്കലും സെറ്റിലാകാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. കാര്യം മകളോട് അത്രയ്ക്കും വലിയ അറ്റാച്ച്മെൻ്റ് ആണല്ലോ. അങ്ങനെയായപ്പോൾ അവൾ പറഞ്ഞത് +2 കഴിയുമ്പോഴേക്കും ഡിഗ്രിക്ക് സമാനമായൊരു കോഴ്സ് വിദേശ രാജ്യത്ത് പോയി പഠിക്കണമെന്ന്. അത് അവിടെ സെറ്റിലാകാനുള്ള ഒരു തന്ത്രമാണെന്ന് കരുതി ആദ്യം സമ്മതിച്ചില്ലെങ്കിലും ഡിഗ്രിയും കഴിഞ്ഞ് PG വിദേശ രാജ്യത്ത് ചെയ്യാൻ സമ്മതിച്ചു. അങ്ങനെ അവൾ ഡിഗ്രി കഴിഞ്ഞ് PG വിദേശ രാജ്യത്താണ് ചെയ്തത്. അത് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു വന്നു. ഉടനെ എൻ്റെ ഭർത്താവ് ചെയ്തത് എന്താണെന്ന് അറിയാമോ? പെട്ടെന്ന് തന്നെ മകളെ കല്യാണം കഴിപ്പിച്ചയക്കണം, അതും കേരളത്തിൽ തന്നെ സ്ഥിര ജോലിയുള്ള ഒരു ചെക്കൻ. അതുമാത്രമായിരുന്നു ഡിമാൻഡ്. അങ്ങനെ മാട്രിമോണിയിൽ അവളുടെ പേര് രജിസ്റ്റർ ചെയ്തു. അവളോട് പറഞ്ഞു, ഇങ്ങനെ ക്രൈറ്റീരിയയിലുള്ള ചെക്കന്മാരെ നീ കണ്ടുപിടിക്ക്, നീ സംസാരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ചെക്കനെ സെലക്ട് ചെയ്യാൻ. അങ്ങനെ എൻ്റെ മകൾ മാട്രിമോണിയിൽ നിന്ന് സെലക്ട് ചെയ്തതാണ് ഇപ്പോൾ എൻ്റെ മരുമകൻ. അവനാണെങ്കിൽ സ്ഥിര ജോലിയുള്ളവനാണ്, അതും സർക്കാർ സർവീസിൽ. വിദേശ രാജ്യത്തേക്ക് പോകാൻ അവന് താല്പര്യമില്ലെന്ന് എൻ്റെ ഭർത്താവ് ഉറപ്പുവരുത്തി. കാര്യം ഭർത്താവ് വിദേശ രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഗൾഫിൽ നിൽക്കാൻ ഇഷ്ടമാണ്. കാര്യം അവിടെ സെറ്റിലൊന്നും ആകാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ വരണ്ടേ. 6 മാസം കൂടി ഇരിക്കുമ്പോൾ ഹസ്ബൻഡ് വരും. അങ്ങനൊരു സ്വഭാവമാണ്. എന്തായാലും അച്ഛൻ പറഞ്ഞത് കേട്ട് അച്ഛന് പറ്റിയ ഒരു മരുമകനെ, അവൾക്ക് പറ്റിയൊരു ഭർത്താവിനെ അവൾ തിരഞ്ഞെടുത്തു. ഞാനിതിലൊന്നും ഇടപെട്ടില്ല. അച്ഛനായി മോളായി. പുന്നാരി ഇത്തിരി കൂടുതലാണല്ലോ. പെണ്ണിന് അതിൻ്റെതായ ഇളക്കങ്ങളും ഉണ്ട്. ചില സമയത്ത് വസ്ത്രധാരണങ്ങളും സംസാരവും ഒന്നും കണ്ടു കഴിഞ്ഞാൽ എനിക്കിഷ്ടമാകില്ല. കാര്യം നമ്മുടെ നാടിനോട് ചേർന്ന രീതിയൊക്കെ അങ്ങ് പോയി. വിദേശത്തേക്ക് പോയി വന്നപ്പോഴേക്കും നെഗളിപ്പ് കൂടി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വാണിംഗ് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ കല്യാണമായപ്പോൾ ഞാനും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ കല്യാണം പെട്ടെന്ന് തന്നെ നടന്നു. ഏകദേശം 3-4 മാസങ്ങൾക്കുള്ളിൽ അവളുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ഉടനെ കുട്ടികളൊന്നും വേണ്ട. അവൾക്ക് കുറച്ച് നാൾ ജോലിക്ക് പോകണം. പിന്നെ വേറെ എന്തൊക്കെ പ്ലാനുകളുമുണ്ട്. ഞാനതിലൊന്നും ഇടപെട്ടില്ല. അവളുടെ അച്ഛനും ഇടപെടാൻ പോയില്ല. 2 പേരും കൂടി ഇടയ്ക്ക് മധുവിധുവിന് കറങ്ങി നടക്കുന്നു. അങ്ങോട്ട് ചാടുന്നു, ഇങ്ങോട്ട് ചാടുന്നു. ഇതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. അവരായി അവരുടെ പാടായി. മരുമകന് എന്നോട് ഭയങ്കര കാര്യമാണ്. അവൻ മോഡലിംഗ് ഒക്കെ ചെയ്യാനും പോകുന്നുണ്ട്. ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലെ താരവുമാണ്. ഒത്തിരി ആരാധകന്മാരും ആരാധികമാരും ഒക്കെയുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടം തന്നെ. ഇത്രയും സുന്ദരനായ ഒരു ഭർത്താവിനെ എൻ്റെ മുളുക്ക് കിട്ടിയല്ലോ. അവളും അത്ര മോശമൊന്നുമല്ല. 2 പേരും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് അങ്ങ് കൂടി. നല്ല കാര്യം. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നല്ലതും പറയുന്നുണ്ട്, ചീത്തയും പറയുന്നുണ്ട്. പ്രശ്നമില്ല. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരു ദിവസം സംസാര മധ്യേ മോള് പറഞ്ഞു, അമ്മ പണ്ട് വലിയ നൃത്തക്കാരിയായിരുന്നു. ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം, എല്ലാ നടനങ്ങളും അമ്മയ്ക്ക് അറിയാവുന്നു. അപ്പം മരുമകൻ എന്നെ അടിപിടി നോക്കി. അതാ അമ്മയ്ക്ക് ഒരു പ്രത്യേക ഷേപ്പ്. ഞാൻ കാണുമ്പോഴോർക്കും അമ്മയ്ക്ക് മറ്റ് സ്ത്രീകളെ പോലെയല്ല, ഒരു പ്രത്യേകതരം ബോഡി ഷേപ്പാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മകൾ പറഞ്ഞു, ആഹാ, നിങ്ങൾ വന്ന് എൻ്റെ അമ്മയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന്. ഞാൻ ഒന്നും മിണ്ടിയില്ല. എനിക്കാകെ ചമ്മലായിരുന്നു. അപ്പോൾ മരുമകൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതേ അമ്മയ്ക്ക് നല്ല നർത്തകീ ലക്ഷണങ്ങളുണ്ടെന്നാണ്. ആ ലക്ഷണം കണ്ടാണ് അച്ഛൻ കല്യാണം കഴിച്ചത്. അതോടുകൂടി അമ്മയുടെ എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്തു. അച്ഛനെ വലിയ അസൂയാണ് അമ്മയോട്. ഉള്ളതാണോ അമ്മയെന്ന് മരുമകൻ എന്നോട് ചോദിച്ചു. മോനെ, നാക്കിന് എല്ലില്ലാത്ത നിന്റെ വിദേശ ഭാര്യ പറഞ്ഞ് കേട്ട് നീ ഒന്നും വിശ്വസിക്കരുത്. എൻ്റെ ചേട്ടനോട് പറഞ്ഞതാണ് നീ എന്തിനു വേണമെങ്കിലും പോയിക്കോളാൻ. പിന്നെ അദ്ദേഹം എപ്പോഴും ഗൾഫിലല്ലേ, അതുകൊണ്ട് ഞാൻ അതങ്ങ് നിർത്തിയതാണ്. പിന്നെ അത് മാത്രമല്ല, അന്നേ അദ്ദേഹത്തിൻ്റെ അമ്മയില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് കുട്ടികളൊക്കെ വളർത്തണ്ടേ? ഞാനതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ എൻ്റെ കല അവിടെ ശോഭിക്കുമോ? ഇല്ല. കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും എല്ലാം ഉപേക്ഷിച്ചത്. ശരിക്കും അതിൻ്റെ കാരണക്കാരി ഇവളാണ്. 1 വർഷമായപ്പോഴേക്കും എനിക്കൊരു കുട്ടി
കുട്ടിയായില്ലേ. അത് കേട്ടപ്പോഴേക്കും എൻ്റെ മോള് പറഞ്ഞു, ആഹാ, അപ്പോൾ അച്ഛനല്ല കാരണക്കാരൻ, ഞാനാണ് കാരണക്കാരൻ എന്നാണോ അമ്മ പറഞ്ഞത്? ആ, നീ ഒരു കാരണമാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോഴേക്കും മോള് ശരി, എങ്കിലൊരു കാര്യം ചെയ്യാം ചേട്ടാ, അമ്മയെ നമുക്ക് റീൽസിലെടുക്കാം, അമ്മയെ കൊണ്ട് നമുക്ക് നൃത്തം കളിപ്പിക്കാം, അമ്മ ഭരതനാട്യം, കുച്ചിപ്പുടി, കേരള നടനവും കഥകളിയൊക്കെയും കളിക്കട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മരുമകൻ, ശരിയാമേ, അമ്മ ഞങ്ങളുടെ വന്നു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും, ഒത്തിരി ശ്രദ്ധ കിട്ടും, അമ്മ ഇപ്പോഴും ഐശ്വര്യപൂർണ്ണമായൊരു സുന്ദരിയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോചേക്കാം, ചേട്ടൻ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയും എന്നെയും ചാടിക്കും. അപ്പോൾ മരുമകൻ പറഞ്ഞു, ഇല്ലില്ല, അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ സമ്മതിക്കും, ഒരു പ്രശ്നവുമില്ല. പിന്നെ അമ്മ ചെറുപ്പമല്ലേ, ഞങ്ങളെക്കാൾ ഒരു 10 വയസ്സിന് മൂത്താണെന്ന് മാത്രമേ ആളുകൾ വിശ്വസിക്കുകയുള്ളൂ. ഇപ്പോഴും ദേ നല്ല ചുവന്ന ചുണ്ടുകൾ, കരിമഷി എഴുതി കണ്ണുകൾ പോലെ ഇരിക്കണം അമ്മയുടെ കണ്ണുകൾ. അമ്മയാണോ മീനാക്ഷി എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി. ഞാൻ പറഞ്ഞു, എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ സ്വഭാവം നിനക്കറിയില്ല. അപ്പോൾ എൻ്റെ മകൾ ഇടയ്ക്ക് കയറി പറഞ്ഞു, അതേ ചേട്ടാ, അമ്മ ഇടഞ്ഞു കഴിഞ്ഞാൽ അമ്മ തറയാണ്, വെറും ഫ്ലോർ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ രണ്ടുപേരെയും വായിൽ തോന്നിയതൊക്കെ പറഞ്ഞു. പക്ഷെ രണ്ടുപേർക്കും അതൊക്കെ ഒരു രസമാണ്. ഇവർക്ക് രണ്ടുപേർക്കും ബെല്ലും ബ്രേക്കും ഇല്ലെന്ന് എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേ മനസ്സിലായി. ചക്കയ്ക്കൊത്ത ചങ്കരൻ, ചക്കയ്ക്കൊത്ത പിച്ചാത്തി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അത് ഞങ്ങളുടെ വീട്ടിൽ നടന്നു കഴിഞ്ഞു. രണ്ടും കിളി പോയ ടൈപ്പുകൾ തന്നെ. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, അല്ല, പിള്ളേർ പറഞ്ഞല്ലോ റീൽസിലോ മറ്റോ നീ നിൽക്കണം, അഭിനയിക്കണം, ഡാൻസ് കളിക്കണം എന്നൊക്കെ, എന്നിട്ട് നീ സമ്മതിച്ചില്ലേ? ഞാൻ പറഞ്ഞു, സമ്മതിച്ചില്ല, ആയ കാലത്ത് ഒന്നും നടന്നില്ല, ഇനിയിപ്പോൾ പ്രായമായപ്പോൾ എന്ത് ചെയ്യാനാണെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്കത്ര പ്രായമൊന്നും ആയിട്ടില്ലടി, നിനക്കിപ്പോഴും ഡാൻസ് ഒക്കെ കളിക്കാം, എന്നിട്ട് നിങ്ങൾ ഇതിനു മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, കല്യാണത്തിൽ അന്നോ മറ്റോ എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും വേണ്ടിയില്ല, അന്നത്തെ സാഹചര്യം അങ്ങനെയല്ലേ, നീ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റാർ ആകണമെങ്കിൽ ആകട്ടെടി, ഒരു പ്രശ്നവുമില്ല. അവർ രണ്ടുപേരും നല്ല സൗന്ദര്യമുള്ള ഒരു ഭാര്യയും ഭർത്താവും, അതിൻ്റെ കൂട്ടത്തിൽ അമ്മായിമായ നീ സൗന്ദര്യത്തിൻ്റെ കുത്തുവിളക്കായി നിന്ന് കഴിഞ്ഞാൽ നിനക്ക് പ്രശസ്തയാകാമടി, പ്രായമായപ്പോൾ നീ പ്രശസ്തയായിക്കോ, അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലേ? എനിക്കെന്ത് പ്രശ്നം, നിനക്ക് പ്രായമായില്ലേ? ആഹാ, അപ്പം പ്രായമായി ഫ്യൂസ് പോയ എന്നെ പിള്ളേരുടെ കൂടിയിട്ട് തുള്ളിച്ച് നാട്ടുകാർ പറഞ്ഞത് കേട്ട് നിങ്ങൾക്ക് രസിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് എവിടെയാണ് ഫ്യൂസ് പോയത്? നീ തുള്ളിയത് ഓർമ്മയില്ലേ? ഒരു 3 മാസമല്ലേ ആയിട്ടുള്ളൂ, നിനക്ക് എവിടാ തുള്ളലിന് കുറവ്? ഞാനല്ലേ അനുഭവിക്കുന്നത്, വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ നീ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഞാൻ ചമ്മി. നിങ്ങളും ഗൾഫിൽ ജോലി എടുക്കല്ലേ, നിങ്ങൾക്ക് വേറെ എവിടെ ഭാര്യയും മക്കളും വല്ലതും ഉണ്ടോ? നാട്ടിൽ വരുമ്പോൾ പണിയെടുക്കണം, മനുഷ്യ പണിയെടുക്കണം. ഓവേ എടി, അതിൻ്റെ പകുതി സ്ട്രെയിനില്ല പിള്ളേരുടെ കൂട്ടത്തിൽ നിന്ന് 2 സ്റ്റെപ്പ് വെക്കാൻ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു, ഭർത്താവിനും പ്രശ്നമൊന്നുമില്ല, പിന്നെ പ്രായമാകുമ്പോഴേക്കും മനുഷ്യർ നമ്മുടെ ആക്ഷൻസൊക്കെ കണ്ട് കളിയാക്കുകയൊന്നുമില്ല, അവർ അഭിനന്ദിക്കുകയുള്ളൂ. ഞാനങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. എങ്കിൽ പിന്നെ കുട്ടികളുടെ കൂടെ അങ്ങ് കൂടിയേക്കാം എന്ന് വിചാരിച്ച് ഞാൻ അവരുടെ കൂടെ റീൽസും കോമഡിയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസമില്ലേ, ഒരു സെറ്റ് സാരിയൊക്കെ എടുത്തുള്ള ഒരു റീലായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ താഴെ ഒരു കമൻറ്റ് കണ്ടു. അതായത് വടയെന്നോ പരിപ്പെന്നോ എന്തൊക്കെയോ പറഞ്ഞ് ഒരു കമൻറ്റ്. എനിക്കത് മനസ്സിലായില്ല കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ മരുമകനാണ് എന്നെ കാണിച്ചത്. വടയക്ഷിയാണോ എന്നൊക്കെ ചോദിച്ചെന്ന്. ഞാൻ ചോദിച്ചു, എന്താണോ ഉദ്ദേശം, എന്നെ കണ്ട യക്ഷി പോലെ ഉണ്ടെന്നാണോ? അപ്പോൾ പറഞ്ഞു, അയ്യോ, അമ്മയ്ക്കൊന്നും അറിയില്ല, അമ്മ കോളേജിൽ പഠിച്ചിട്ടില്ലേ? ഉണ്ട്, പിന്നെ വടയക്ഷി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അറിയില്ലേ? കേട്ടിട്ടുണ്ട്, അത് യക്ഷി തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും മരുമകൻ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, അമ്മേ, അവരുദ്ദേശിച്ചത് എന്താണെന്നറിയാമോ? അമ്മ സെറ്റ് സാരി എടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും സാരിയുടെ പ്ലേറ്റ്സ് ഇത്തിരി മാറിക്കിടന്നു. അപ്പോൾ അവരത് കണ്ടു എന്ന് പറഞ്ഞിട്ട് മരുമകൻ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു വീഡിയോയിൽ. അയ്യോ ദൈവമേ, ഇങ്ങനെയൊക്കെ ആളുകൾ ശ്രദ്ധിക്കൂടാ. അപ്പോൾ മരുമകൻ വേറെ ചില കമൻറ്റുകൾ കാണിച്ചു തന്നു. അമ്മ സൂപ്പറാണ്, ഇപ്പോഴും ചെറുപ്പമാണ്, സുന്ദരിയാണ്, മകളേക്കാൾ ബെറ്റർ ഫീച്ചറുണ്ട് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും കമൻറ്റുകൾ വരാറുണ്ടെന്ന് അവനെ കാണിച്ചു തന്നു. ദൈവമേ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? എങ്കിൽ ഞാനിനി വീഡിയോയിൽ വരികയില്ലെന്ന്. അപ്പോൾ മരുമകൻ പറഞ്ഞു, എന്തായാലും കുറേ വീഡിയോ പോയില്ലേ, അമ്മ ഇപ്പോൾ പ്രശസ്തയായി. പ്രശസ്തരായ ആൾക്കാർക്ക് അങ്ങനെയാണ്, പല കമൻറ്റുകളും വരും. അമ്മ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, അമ്മയാണ് ഞങ്ങളുടെ തുറുപ്പച്ചിട്ട്, ഞങ്ങൾക്ക് 2 പേർക്കുള്ളതിനേക്കാൾ കൂടുതൽ ഫാൻസ് അമ്മയ്ക്കുണ്ട്, അമ്മയാണ് ഞങ്ങളുടെ യഥാർത്ഥ നായിക. ദേ, അമ്മയ്ക്ക് സിൽക്ക് എന്നൊരാൾ പേരിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒന്ന് പോടാ, എവിടെയോ എന്തോ കണ്ടെന്ന് വെച്ചിട്ട് ഉണ്ണി തന്നെ എന്നെ അങ്ങനെ പേര് വിളിക്കുന്നത് എനിക്ക് അപമാനകരമാണ് എന്ന് പറഞ്ഞു. ഓ, എന്ത് അപമാനമാണ്, ഇതൊന്നൊരു അപമാനമല്ല, അംഗീകാരമായിട്ട് അമ്മ കരുതുക. അമ്മയ്ക്ക് ഇപ്പോഴും യൗവനമുണ്ടെന്നുള്ളതിൻ്റെ അംഗീകാരമാണ്, സുന്ദരിയാണെന്നുള്ളതിൻ്റെ ഒരു അംഗീകാരമാണമ്മേ എന്ന് പറഞ്ഞപ്പോൾ, പോടാ, വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറയാതെ എന്ന് പറഞ്ഞു. ഭർത്താവ് വിളിച്ചപ്പോൾ ഞാൻ അത് ഷെയർ ചെയ്തു. അപ്പോൾ പുള്ളി പൊട്ടിച്ചിരിച്ചു. അത് കറക്റ്റായിരിക്കും,
പണ്ടൊക്കെ നാഴി ചങ്ങഴി പറ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിന് പകരമല്ലേ എന്ന് പറഞ്ഞ് ഭർത്താവ് എന്നെ കളിയാക്കി. നിങ്ങൾ പണ്ടും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആഴക്കടലാണെന്ന് പറഞ്ഞ് നിങ്ങൾ കളിയാക്കിയിട്ടില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു കളിയാക്കിയിട്ടുണ്ട്, പക്ഷേ ആഴക്കടലിൽ കുറേ മുത്തുകൾ ഞാൻ വാരിയല്ലോ. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ ഭാഗമായിട്ട് എടുക്കൂ. പിള്ളേർക്ക് ഉടനെ തന്നെ വരുമാനം കിട്ടും. അവർ ചാനലുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്, എല്ലായിടത്തും ഒരേ കണ്ടന്റ് പോസ്റ്റ് ചെയ്ത് അവർ സൂപ്പർ ഹിറ്റ് ആകുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി എക്സ്ട്രാ എൻ്റെ മോൾ എന്തായാലും ജോലിക്കൊന്നും പോകുന്നില്ല, അവൾക്കൊരു വരുമാനമാകട്ടെ. മരുമകന് ജോലി ഉള്ളത് കൊണ്ട് അവൻ്റെ പേരിലൊന്നും പറ്റില്ല. മകൾക്ക് ആവേശമായി അവൾ പ്രശസ്തയാകുമല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ പണവും കിട്ടും. അങ്ങനെ അവൾക്ക് നല്ലൊരു തുക കിട്ടിത്തുടങ്ങി. അതിൽ എനിക്കും തനിമേ പ്രയോജനമില്ലെന്നല്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് എപ്പോഴും സജീവമായി നിൽക്കാൻ ശ്രമിച്ചു. ഇതിനിടയ്ക്ക് മരുമകന് വലിയൊരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. അവിടെയെല്ലാം ഉന്നതരായ ആളുകളാണ്. എന്തായാലും ഒരു ദിവസം മരുമകൻ എന്നോട് പറഞ്ഞു, അമ്മ എൻ്റെ കൂടെ ഒരു ദിവസം ഓഫീസിൽ വരണം, ഞങ്ങളുടെ സീനിയറായ ഒരു സാറിന് അമ്മയൊന്ന് കാണണം, അഭിനന്ദിക്കണം. അമ്മയുടെ അഭിനയവും ഡാൻസും പാട്ടും ഒക്കെ സൂപ്പറാണെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. എടാ എനിക്ക് നാണമാണ്, പിന്നെ ഇത്ര അഭിനയിച്ച് എത്ര പേർക്കറിയാവുന്ന അമ്മയ്ക്ക് എന്ത് നാണം. ഒരു ദിവസം ഞാൻ വിളിക്കുമ്പോൾ അമ്മ വരണമെന്ന് പറഞ്ഞു. ഞാൻ തലയാട്ടി. ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അതൊക്കെ അംഗീകാരമല്ലേ, പോയി കാണൂ എന്ന്. എന്തായാലും മോളും എനിക്ക് സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓഫീസിൽ പോയി. ഒത്തിരി പേർക്ക് ഞങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് അറിഞ്ഞതിൽ എനിക്ക് സന്തോഷം തോന്നി. പ്രത്യേകിച്ച് അവൻ്റെ ആ സാറിന്. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം ഇവൻ്റെ വീട്ടിലൊരു ഫംഗ്ഷന് ഒരു ദിവസം കണ്ടപ്പോൾ സംസാരിച്ചിരുന്നു. അന്ന് ഞാൻ മരുമകനോട് പറഞ്ഞിരുന്നു കണ്ട ഒരു സിനിമാ നടനെ പോലെ ഉണ്ടല്ലേ എന്ന്. സീനിയർ ആണെങ്കിലും സിനിമാ നടന്മാരുടെ ലുക്കുള്ള ആളുകളൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ആളുകളാണല്ലോ. പുള്ളിക്കും ഇതേ ഫീൽഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ഭാവി ഉണ്ടെന്ന് ഞാനന്ന് പറഞ്ഞിരുന്നു. അനീഷ് സാർ എന്നെ ഒത്തിരി അഭിനന്ദിച്ചു. സത്യം പറഞ്ഞാൽ ഇത്രയും ഗ്രേസ് ഉള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ചമ്മൽ തോന്നി, ആകെ ഒരു കുളിരെന്നാണോന്ന് തോന്നി. അന്നേരമാണ് ഞാൻ സാറിനെ പരിചയപ്പെട്ടത്. സാറിൻ്റെ ഫാമിലി. ഞാൻ വിവാഹം കഴിച്ചതാണ്. 5 വർഷം ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വിവാഹമോചനമായി, കുട്ടികളൊന്നുമില്ല. ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ കുറേ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് നമ്പർ ചോദിച്ചു. അതിനെന്താ എന്ന് വിചാരിച്ച് ഞാൻ കൊടുക്കുകയും ചെയ്തു. പിന്നെ അനീഷ് സാർ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും, അഭിനന്ദിക്കും. പല റീലുകളോ അല്ലെങ്കിൽ വീഡിയോസോ ഒക്കെ കാണുമ്പോഴേക്കും അതിന് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും. ഞാനും തിരിച്ച് സംസാരിക്കും. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ആഴ്ചയിലൊരിക്കലോ 2 വട്ടമോ മറ്റു മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു ദിവസം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു പ്രത്യേക കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞു പറയൂ സാർ. എന്തോ എനിക്ക് തന്നോട് വല്ലാത്ത അട്രാക്ഷനാണ്, തെറ്റിദ്ധരിക്കരുത്. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ പേരിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ട് അതിമോഹങ്ങളൊന്നുമില്ല. ഇങ്ങനെ പോയാൽ മതി എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ആരാധിക്കുന്നൊരു വ്യക്തിയിൽ നിന്ന് അങ്ങനൊരു വാക്ക് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി, അതോടൊപ്പം പേടിയും തോന്നി. ഇനി എങ്ങനെ സംസാരിക്കും എന്നുള്ള ചമ്മലും. എങ്കിലും പുള്ളിക്കാരൻ പിറ്റേ ദിവസം മുതൽ നോർമലായി പെരുമാറി. ഞാനാണെങ്കിൽ ഒരു മറുപടിയും പറഞ്ഞതുമില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഒരു ഞായറാഴ്ച. അന്ന് എൻ്റെ മകളുടെ കൂട്ടുകാരിയുടെ കല്യാണമാണ്. ഞങ്ങൾക്കെല്ലാവർക്കും ക്ഷണമുണ്ട്. പക്ഷേ ഞാനും മരുമനും പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. അറിയാവുന്ന ആളുകളല്ല. അവൾക്കും ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. അവർ ഗേൾസ് ഗ്യാങ്ങിൻ്റെ എന്തോ പരിപാടിയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോവുകയാണെന്ന്. അങ്ങനെ ആയപ്പോഴേക്കും മരുമകൻ പറഞ്ഞു എന്നാ അമ്മേ എൻ്റെ കുഞ്ഞുമ്മയുടെ വീടിനടുത്ത് പോകാം, അവിടെ അമ്പലമുണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു പോകാം, ഒത്തിരി നാളായിട്ട് നമ്മൾ പോകാനിരിക്കുകയല്ലേ. അങ്ങനെ അവൾ ഇറങ്ങിയപ്പോൾ അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അമ്പലത്തിലേക്ക് പോയി. അവളുടെ കുഞ്ഞുമ്മയുടെ വീട്ടിൽ കയറിയിരുന്ന് സംസാരിച്ച് അമ്പലത്തിലും കയറി തിരിച്ചു വരുമ്പോൾ കാറിലിരുന്ന് മരുമകൻ എന്നോട് ചോദിച്ചു, അമ്മേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അമ്മ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഒരു തെറ്റും ധരിക്കില്ല. കാര്യം നിങ്ങൾ രണ്ടുപേരും വളരെ ഓപ്പണപ്പായിട്ട് സംസാരിക്കുന്ന ആൾക്കാരല്ലേ. അതെ അമ്മേ, അനീഷ് സാറിന് അമ്മയോട് അമിതമായ ആരാധനയാണ്. ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും എന്നോട് ചോദിക്കും. അമ്മയുടെ നമ്പർ കയ്യിലുണ്ടെന്നും അമ്മയോട് സംസാരിക്കാറുണ്ടെന്നും എനിക്കറിയാം. പക്ഷേ പുള്ളി എന്നോട് അമ്മയെക്കുറിച്ച് അമിതമായി വർണ്ണിച്ച് ഓരോന്ന് ചോദിക്കുകയാണ്. ചില സമയത്ത് എനിക്ക് അസ്വസ്ഥത തോന്നും. എന്നാലും സീനിയറല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. ഒരു ദിവസം ഞാൻ ചോദിച്ചു സാറിന് യഥാർത്ഥത്തിൽ എന്താ പ്രശ്നമെന്ന്. അപ്പോഴില്ലേ സാറ് എന്നോട് തുറന്നു പറഞ്ഞു, അമ്മേ തനിച്ചൊന്ന് കാണുമെന്ന്. അത് കേട്ടപ്പം ഞാൻ പറഞ്ഞു അമ്മ ഒരിക്കലും അതിന് സമ്മതിക്കില്ല, അമ്മ അങ്ങനെ ഒരാളല്ല, അതുകൊണ്ട് ആ സ്വപ്നം അങ്ങ് മാറ്റി വെച്ചേക്കാൻ. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, അങ്ങനെ നീ പറയരുത്, നീ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആകും. കാര്യം നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള ഇരിപ്പുവശം കാണുമ്പോൾ നല്ലൊരു പൊരുത്തം തോന്നുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു സാർ എന്താ അങ്ങനെ പറഞ്ഞെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അറിയില്ല, നിങ്ങളുടെ പെരുമാറ്റം കാണുമ്പോഴേക്കും അളവിൽ കൂടുതൽ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും
ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുപ്പവും ഉണ്ടെന്ന് പുള്ളി അങ്ങ് സ്ഥാപിച്ച് പറയുകയാണമേ. ഞാൻ പറഞ്ഞു അമ്മയോട് എനിക്ക് ഇത് പറയാൻ പറ്റില്ല, സാറ് തന്നെ അങ്ങ് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നോക്കട്ടെ എന്ന് പറഞ്ഞു. അമ്മയോട് അങ്ങനെ വല്ലതും പറഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നോടൊരു ദിവസം പറഞ്ഞു എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഒന്നും റെസ്പോൺസ് വേണ്ട, നമുക്ക് പഴയതുപോലെ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പായിട്ട് തുടരാമെന്ന് പറഞ്ഞു. ഞാൻ ഒരു മറുപടിയും പറഞ്ഞില്ല. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, സാധാരണ പോലെ പോകുന്നു, അല്ലാതെ ഇത്രയും കാര്യങ്ങളൊന്നും പുള്ളി എന്നോട് പറഞ്ഞില്ല. ഇത് കേട്ടപ്പോഴേ എനിക്ക് അങ്ങേരോടുള്ള എല്ലാ ആരാധനയും പോയി. നിന്നെ എന്നെയും ചേർത്ത് പറഞ്ഞില്ലേ, അതോടുകൂടി എല്ലാം പോയെന്ന് പറഞ്ഞു. അപ്പോൾ മരുമകൻ പെട്ടെന്ന് എൻ്റെ കൈത്തണ്ടിയിൽ തൊട്ടിട്ട് പറഞ്ഞു, അമ്മ അങ്ങനല്ല, പുള്ളി അതല്ലായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ അതല്ല കേട്ടാ മനസ്സിലാകില്ലേ, സത്യം പറ, അങ്ങേര് നിന്നോട് തെളിച്ച് പറഞ്ഞില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അത് പുള്ളി എന്നെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കാറുണ്ട്, നിനക്ക് സ്വന്തം ഭാര്യയേക്കാൾ ഇഷ്ടം അമ്മായിയമ്മയല്ലെന്ന് പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ അല്ലെന്ന് പറഞ്ഞാലും പുള്ളി എന്തോ ഉണ്ടെന്ന് ആരോപിക്കണമേ. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ തമ്മിൽ നല്ല സ്നേഹം അടുപ്പമാണ്. അത് കണ്ടപ്പോൾ പുള്ളിക്ക് അസൂയാണ്. അസൂയ അമ്മയെ മോഹിച്ചതിൻ്റെ അസൂയാണ്. എന്ത് ചെയ്യാനാ, പുള്ളിക്കിപ്പോൾ ഭാര്യയില്ല, ആരുമില്ല, കാമുകിമാർ പോലുമില്ല. അമ്മയൊരു കാമുകിയുടെ സ്ഥാനത്ത് കാണാണെന്ന് തോന്നുന്നു. എന്ത് ചെയ്യാനാ, ഒരു ആരാധകൻ്റെ വിക്രയായിട്ട് അമ്മയും കരുതിയാൽ മതി. അതുകൊണ്ട് ഞാനും കൂടുതൽ പിണക്കാനൊന്നും പോയില്ല. അത് ചിലപ്പോൾ എനിക്കും ആ ഓഫീസിൽ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമല്ലേ എന്ന് പറഞ്ഞു. അതേ മോനെ, ഇതൊന്നും കണ്ടില്ല കേട്ടില്ല, നമുക്ക് നടിക്കാം എന്ന് പറഞ്ഞ് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോൾ മരുമകൻ എന്നോട് പറഞ്ഞു, ഇനി അതല്ലെങ്കിൽ അമ്മയ്ക്ക് മറ്റൊരു ഓപ്ഷനുണ്ട്. എന്താടാ അത്? അല്ല, അമ്മ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാം സെറ്റാണ്. ഞാൻ എല്ലാത്തിനും അമ്മയുടെ കൂടെയുണ്ട്. ആരും അറിയില്ല, അമ്മയുടെ മകൾ പോലും അറിയില്ല. അല്ലെങ്കിലും അമ്മയുടെ മകൾ അറിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. നീ എന്തൊക്കെ തോന്നിയാസങ്ങളാണേ പറയുന്നത്? എൻ്റെ മകൾ അറിഞ്ഞ പ്രശ്നമില്ലേ? എൻ്റെ ഭർത്താവ് അറിഞ്ഞ പ്രശ്നമില്ലേ? നീ എന്നെക്കുറിച്ച് ഇങ്ങനെയാണോ കരുതിയത്? അമ്മേ, അമ്മയുടെ മകളുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാമോ? എൻ്റെ മകളുടെ സ്വഭാവം എനിക്കറിയില്ലേ? എങ്കിൽ അമ്മയ്ക്ക് യഥാർത്ഥത്തിൽ അറിയില്ല. അവൾ വിദേശത്തൊക്കെ പഠിച്ചതാണ്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ സ്വാതന്ത്ര്യം കിട്ടിയ ആളായിട്ട് മാറി. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വസ്ത്രങ്ങളുടെ കാര്യമല്ലേ നീ ഉദ്ദേശിച്ചത്? അതൊന്നുമല്ല അമ്മേ. അവൾക്ക് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അവൾ അവളുടെ കാര്യത്തിന് വേണ്ടി അങ്ങ് പോകും. എന്നോട് വിവാഹാലോചനയെ പറ്റി സംസാരിച്ചപ്പോഴേ പറഞ്ഞു, ഞാൻ സ്വതന്ത്രമായ ഒരു വ്യക്തിയാണ്, എനിക്ക് സ്വതന്ത്രമായി ഒന്ന് ആടിപ്പാടണം. ഇഷ്ടമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ആടിപ്പാടാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാനത് കിട്ടി ഞെട്ടി മൂക്കത്ത് വിരൽ വെച്ചു. ഇപ്പോഴത്തെ കാലത്ത്, അല്ലെങ്കിൽ പണ്ടാണെങ്കിലും, ഏതെങ്കിലും ഭാര്യയും ഭർത്താവും ഇത് സമ്മതിച്ചു കൊടുക്കുമോ? അമ്മേ, ഇത് കുറച്ചുകൂടി മോഡേൺ യുഗമാണ്. ഇവിടെ വ്യത്യസ്തമായി ചിന്തിക്കുന്നവരും ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. കല്യാണം എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ എല്ലാവരെയും ബോധിപ്പിക്കാനും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടങ്ങളിൽ കൂടി ഒന്നായിരിക്കാമല്ലോ. ഞങ്ങൾ തമ്മിൽ നല്ല രസം തന്നെയാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് മറ്റു രസങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ വെറുതെ വിടാറില്ല. അപ്പോൾ മോയും അങ്ങനെയാണോ? പിന്നെ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഈ കല്യാണത്തിന് സമ്മതിക്കണമെങ്കിൽ എനിക്കും എൻ്റെ രസങ്ങൾ വേണ്ടേ? എന്താണോ ഞാൻ ഈ കേൾക്കുന്നത്? ഇതാണോ വെള്ളരിക്ക പട്ടണം? എന്ത് പട്ടണമാണെങ്കിലും അമ്മയുടെ മോളും ഞാനും തമ്മിൽ വഴക്കൊന്നും ഉണ്ടാകില്ല. അമ്മയുടെ കാര്യം അറിഞ്ഞാലും അവൾ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ സപ്പോർട്ട് അമ്മയ്ക്ക് കാണും. പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമാണ് വെറൈറ്റി, വ്യത്യസ്തത, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇതിൽ പച്ചക്കൊടി കാണിക്കാം. പിന്നെ എനിക്കൊരു കാര്യം അറിയാം, അനീഷ് സാറിനെ അമ്മയ്ക്ക് വലിയൊരു ബഹുമാനവും ഇഷ്ടമൊക്കെയാണ്. സിനിമാ നടനെ പോലെ ഇരിക്കുന്നതെന്ന് അമ്മ ആദ്യമേ പറഞ്ഞു. അതുകൊണ്ടാണ് ആ കാര്യത്തിൽ ഞാൻ ഇൻട്രസ്റ്റ് എടുത്തത്. അത് ശരിയാടാ, എന്നാലും അമ്മ ഒന്നാലോചിക്കേ. അമ്മയ്ക്ക് പുതുമകൾ തേടിപ്പോണമെന്നുണ്ടെങ്കിൽ ഈ മരുമകൻ സപ്പോർട്ടാണെന്ന് പറഞ്ഞ് അവനെൻ്റെ കൈത്തണ്ടയിൽ അമർത്തി പിടിച്ചു. ചിന്തിക്കാൻ അവൻ എനിക്ക് 2 ആഴ്ചയാണ് സമയം തന്നത്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല, പാല് കട്ട് കുടിക്കുന്ന പൂച്ചയെ പോലെയാണ് എൻ്റെ മനസ്സ്. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ കണ്ണടയ്ക്കണോ ഒന്നും അറിയില്ല. കൺഫ്യൂഷനായി കഴിഞ്ഞപ്പോഴേക്കും മരുമകൻ പറഞ്ഞു, അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്, ഒരു വട്ടം നമുക്ക് ഒന്ന് ശ്രമിക്കാം. അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ലെങ്കിൽ നമുക്കതിൽ നിന്ന് മടങ്ങി വരാം. അദ്ദേഹം ഒരു മാന്യനാണ്, ഒരു തരി പോലും ശല്യപ്പെടുത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മരുമകൻ പറഞ്ഞത് കേട്ട് മകളോട് ആദ്യം ചർച്ച ചെയ്യാതെയാണ് മരുമകൻ്റെ കൂടെ അദ്ദേഹം താമസിക്കുന്ന വീട്ടിലേക്ക് പോയത്. അവിടെ വെച്ച് മരുമകൻ ഞങ്ങളെ ടാറ്റ പറഞ്ഞിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞ് പോയി. അദ്ദേഹവും ഞാനും ഒത്തിരി സംസാരിച്ചു. ഏകദേശം ഒരു ധാരണയിലെത്തി. അങ്ങനെ ധാരണ എല്ലാം തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കാര്യം എൻ്റെ ഭർത്താവിനോട് എനിക്കാണ് സ്നേഹക്കൂടുതൽ. പലപ്പോഴും ഞാനാണ് ഭർത്താവ് പറഞ്ഞതുപോലെ ഊർജ്ജപ്രവാഹിനിയായി പ്രവഹിക്കുന്നത്. പക്ഷേ
അതിനേക്കാളൊക്കെ എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹവും പരിഗണനയും കാണിച്ചത് അനീഷ് സാറാണ്. ഒരു സ്ത്രീയോട് ഒരു പുരുഷന് ഏറ്റവും കൂടുതൽ ഇഷ്ടം പ്രകടിപ്പിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്, ആ മാർഗങ്ങളിലൂടെയെല്ലാം ഞാൻ കടന്നുപോയി. പക്ഷെ ഒരിക്കലും എൻ്റെ ഭർത്താവ് ചില മാർഗങ്ങളിലേക്ക് ഒന്നുമില്ലായിരുന്നു. ഇത് പക്ഷേ അങ്ങനെയല്ല. ഈ പ്രായത്തിൽ ഞാൻ മാർഗങ്ങൾ എല്ലാം തിരിച്ചറിയുകയായിരുന്നു. ഇതിൽ പരമൊരു പരമാനന്ദം ഇനി ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇത്രയും നാളും എന്തൊക്കെയാണ് മിസ് ചെയ്തതെന്ന് എണ്ണി ഞാൻ ഓർത്തു. എനിക്ക് തിരിച്ചു വന്നപ്പോൾ ഒന്നും പറയാനില്ല, മരുമകനോട് നന്ദി മാത്രം. അതുകൊണ്ട് തന്നെ പിന്നീട് എൻ്റെ മകളോട് പറഞ്ഞപ്പോൾ മകൾക്ക് അതൊരു പ്രശ്നമേ ഇല്ല, അവളത് ശ്രദ്ധിക്കുന്നില്ല. അച്ഛനെ അമ്മ മാനം ചെയ്തോണം, അച്ഛൻ വരുമ്പോൾ ഒരിക്കലും അകൽച്ച കാണിക്കരുത്. മകളുടെ ഉപദേശം ഞാൻ മനസ്സാ സ്വീകരിച്ചു. പിന്നെ മകൻ ഇവിടെ ഇല്ല, അവനിങ്ങോട്ട് വരാനും വലിയ താല്പര്യമൊന്നുമില്ല. കൂടുതലും അവിടെയാണ്. ഇഷ്ടംപോലെ പൈസയൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വല്ലപ്പോഴും മാത്രമേ വരികയുള്ളൂ. പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നാണ് ഭാവം. നമുക്കെന്തായാലും അതുകൊണ്ട് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ പലവട്ടം മരുമകൻ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവന് എന്നോടുള്ള സമീപനം മാറാൻ തുടങ്ങി. അധികാരഭാവത്തോടുകൂടി സംസാരിക്കും, ഞാനും സംസാരിക്കും. അതിർത്തികളില്ല. അതിർത്തികൾ കടന്ന് ചാലുകൾ കീറി അവനും മുന്നോട്ട് വരാൻ തയ്യാറാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു, നിനക്കിപ്പോൾ എന്താണെന്ന്. അപ്പം അവൻ എന്നോട് എന്നാടി നിനക്ക് എന്നാ എന്നുള്ള രീതിയിൽ തന്നെ ചോദിച്ചു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും പുതുപൂ വിരിഞ്ഞ് തേനുറയുകയായിരുന്നു. ഈ കാര്യങ്ങൾ ഞാൻ സാറിനോട് സംസാരിച്ചു. അവനും ഇപ്പോൾ അതിർത്തികൾ കടക്കുന്നുവെന്ന്. അപ്പോൾ സാറ് പൊട്ടിച്ചിരിച്ചു. അതും നിനക്ക് ലോട്ടറി അടിച്ചതുപോലെയാണല്ലോ. ഇതൊരു മനോഹരമായ നിമിഷമാണ്. ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ അവനും അന്തഃപുരത്തിലേക്ക് പ്രവേശനം അനുവദിക്കൂ. നമ്മൾ 3 പേരും കൂടി സ്നേഹത്തോടു കൂടി ഒരുമയോടുകൂടി കഴിയാമെന്ന് പറഞ്ഞു. അങ്ങനെ സാറാണ് ഇത്തിരി നിർബന്ധം പിടിച്ചത്. ആദ്യം നമ്മൾ 3 പേരും കൂടിയുള്ള ഒരു വട്ടമേശ സമ്മേളനം വേണമെന്ന്. എന്തായാലും മരുമകൻ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ ശരിക്കും ഇത്തിരി കൺഫ്യൂഷനിലാണെങ്കിലും മുന്നിലും പിന്നിലും പൂർണ്ണചന്ദ്രന്മാർ പ്രകാശിച്ചു നിന്ന് എൻ്റെ ആകാശം വിസ്തൃതമായതുപോലെ എനിക്ക് തോന്നി. പിന്നീട് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഒരു വിശ്രമം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ വിശ്രമം ഉണ്ടാകരുതെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ഭർത്താവ് വരുമ്പോൾ ഞാൻ വളരെ നന്നായി പെരുമാറാറുണ്ട്. അതിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. എല്ലാം മാനേജ് ചെയ്യാൻ മാത്രം ഞാൻ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വർക്ക് ചെയ്യുന്നത് പോലെ മനസ്സ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. മകൾക്കിത് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നും എന്നോട് ചോദിക്കാറില്ല. അവൾ എന്നെ ശ്രദ്ധിക്കാറുമില്ല. അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം സ്മൂത്തായിട്ട് പോകുന്നു. അതിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇത് കംപ്ലയിൻസിൻ്റെ കഥയല്ല കേട്ടോ, മാഡത്തിന് വായിക്കാനുള്ളൊരു കഥയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കും ഇത് കേൾക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, കംപ്ലയിൻസുമില്ല. നിങ്ങൾക്കായിട്ട് കംപ്ലയിൻസും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളങ്ങ് സോൾവ് ചെയ്താൽ മതി. നമുക്കെന്താ, നമുക്കൊന്നുമില്ല. കാണുകൾക്ക് ഇതൊക്കെ കേൾക്കാൻ രസിക്കുക എന്നല്ലേ ഉള്ളൂ. ഒന്നുമില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും അത് മാനേജ് ചെയ്യേണ്ടതും നിങ്ങൾ അതിൽ ഉൾപ്പെടുന്ന ആളുകൾ മാത്രമായതുകൊണ്ട്, ഇതിൽ കൂടുതൽ മറ്റൊരാൾക്ക് റോളില്ലാത്തത് കൊണ്ട് ഞാൻ ഈ കഥ വായിക്കുന്നു. അപ്പോൾ യഥാർത്ഥ കഥകളാണെങ്കിലും ഭാവന സൃഷ്ടികളാണെങ്കിലും നിങ്ങളുടെ ഒരു ഐഡിയ അല്ലെങ്കിൽ കഥകൾ നിങ്ങൾ തീർച്ചയായിട്ടും maravilkatha@gmail.com എഴുതി അയയ്ക്കുക. മംഗ്ലീഷിൽ വരുന്ന കുറേ കഥകൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. കാര്യം അതിൻ്റെ കണ്ടൻറ്റുകൾ കറക്റ്റായിട്ട് ചിലപ്പോൾ വായിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അല്ലാതെ മലയാളത്തിൽ വരുന്ന പല കഥകളും നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. കഥയുടെ സംഗ്രഹം ഒന്ന് നന്നായിട്ട് എഴുതിയാലേ മതി. നമുക്കത് നമ്മുടേതായ രീതിയിൽ പറയുകയൊക്കെ ചെയ്യാം. യഥാർത്ഥ കഥകളും ഇഷ്ടംപോലെ വരുന്നുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ ഈ മെയിൽ ബോക്സ് നിറഞ്ഞിട്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വായിക്കാതെ ഇരുന്നിട്ടുള്ള ആൾക്കാരുടെയൊക്കെ കത്തുകൾക്ക് ഞാൻ ക്ഷമാപണം ചോദിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം കേട്ടോ.